നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 23 വർഷത്തിന് ശേഷം വിധി. മരിച്ച രണ്ടാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരനാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ ഗീതാനന്ദൻ അടക്കം മറ്റ് 56 പ്രതികളെയും വെറുതെ വിട്ടു. മുത്തങ്ങ ഭൂസമരത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കണ്ണൂർ KAP 4ാം ബറ്റാലിയനിൽ കോൺസ്റ്റബിൾ ആയിരുന്ന KV വിനോദ് കുമാർ കൊല്ലപ്പെട്ട കേസിലാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ വയനാട് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സ്പെഷ്യൽ കോടതിയാണ് വിധി പറഞ്ഞത്. അബ്ദുൽ സലാം എന്ന പോലീസുകാരനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കേസിൽ 4 പേർ കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തി. അതേസമയം സംഭവം നടന്ന് 23 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ മുത്തങ്ങയിൽ ഭൂസമരം നടത്തിയതിനെതിരെ 2003 ഫെബ്രുവരി 19 AK ആന്റണിയുടെ സർക്കാരാണ് വെടിയുതിർത്തത്. തുടർന്നുള്ള സംഘർഷത്തിലാണ് KV വിനോദ് കൊല്ലപ്പെട്ടത്. പോലീസ് വെടിവെപ്പിൽ ഒരു ആദിവാസി യുവാവും കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവം വയനാട് മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി 19 എന്താണ് നടന്നതെന്ന് പോലും കൃത്യമായുള്ള വിവരമില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പോലീസ് ജോലി തിരക്കിനിടയിൽ പലപ്പോഴും അന്വേഷിച്ചപ്പോഴും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി, അതിൻ്റെ ഒരു നാൾവഴി ചരിത്രം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഞാനൊക്കെ ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ പിന്നീടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് പ്രവർത്തനം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. രക്തസാക്ഷിത്വം സംബന്ധിച്ച കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുകയാണ് ഇക്കാര്യങ്ങളൊക്കെ പിന്നെ സമൂഹമാണ് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞങ്ങളിതിൻ്റെ ഇരയാകപ്പെട്ടവരുടെ ആൾ മാത്രമാണ്, കുടുംബാംഗങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ജോഗിക്കും എൻ്റെ അനുജനുമൊക്കെ നീതി ലഭിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ്. ഇന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ അനുജൻ്റെ സഹപ്രവർത്തകർ അവർ ഒരുപാട് പേരെ കാണുവാനും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ അറിവല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർക്കും ഇത് സംബന്ധിച്ച് ഇതിൻ്റെ അന്നത്തെ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ചല്ലാതെ പിന്നീട് നടന്ന കേസന്വേഷണ വഴികളൊന്നും അവർക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. കഴിഞ്ഞ 23 വർഷമായിട്ട് ഈ വൃദ്ധയായിട്ടുള്ള മാതാവ് അവർ ഇതിൻ്റെ വിധിയും കാത്തിരിക്കുകയാണ്. പലപ്പോഴും എന്നോട് അവരും ചോദിക്കും, അമ്മയും ചോദിക്കും, എന്തായി കേസിൻ്റെ സ്ഥിതി, എന്തായി, അവർ ശിക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരോട് എന്ത് പറയുമെന്നുള്ളതാണ് ഇപ്പോൾ എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളതാണ്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.